ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മഞ്ജിമ ഹോട്ടൽ. ഇന്ന് നല്ല കാറ്റും നല്ല മഴയും രാവിലെ തൊട്ടേ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ നിൽക്കും. ഭയങ്കര കാറ്റായിരുന്നു. ഇന്നലെയും ഉണ്ടായിരുന്നു കാറ്റ്. അത് കാരണം നമുക്ക് മഞ്ജിമ ഹോട്ടലിൽ മീനൊന്നും കിട്ടിയില്ല. മീനില്ല, ഇന്നലെ അങ്ങനെ ഞങ്ങൾ കട തുറന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചെന്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇഞ്ചി കറി വെക്കാമെന്ന് വിചാരിച്ച്. 5 കറിക്ക് തുല്യമായ കറിയെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇഞ്ചി കറി വെക്കാൻ തീരുമാനിച്ച് ഇഞ്ചി അരിഞ്ഞെടുത്ത് അതിനോടൊപ്പം തന്നെ അതിൽ ചേർക്കാനുള്ള ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് നല്ലത്, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് അങ്ങനെ ഇഞ്ചി പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത് അതിനകത്തോട്ടിട്ട് അത് നല്ലതുപോലെ ഇളക്കി ഇഞ്ചി ഒരു ഹാഫ് ഫ്രൈ ആയി വരണം. പകുതി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മളെന്താ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടാൽ നല്ലതാണ് കേട്ടോ. കറിവേപ്പില അതിനോട് ഇട്ട് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്താൽ കറിവേപ്പിലയും അതിനോട് പൊടിഞ്ഞങ്ങ് ചേരുമല്ലോ. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ഹെൽത്തിനും നല്ലതല്ലേ കറിവേപ്പിലയെല്ലാം നമുക്കിവിടെ ഉണ്ട്. മഞ്ജിമ ഹോട്ടലിലേക്ക് ആവശ്യമായ കറിവേപ്പിലയെല്ലാം നമ്മളെ വീട്ടിലുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർക്കുക. ഉള്ളി ഇഞ്ചിയും കൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. കരിയരുത്, ചെറിയ തീയിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഞങ്ങളധികവും വിറകടുപ്പിനകത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. വിറകടുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനകത്തും വെക്കുക. ഇഞ്ചിയും സവോളയും കൂടി നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇതേപോലെ നല്ലത് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കും. ആ ഒരു ഇതാകുമ്പോൾ കോരിയെടുക്കുക, കോരി മാറ്റുക. എണ്ണയിൽ നിന്ന് എണ്ണ നല്ല വാർന്ന് കോരി മാറ്റി വയ്ക്കുക. കോരി മാറ്റി ഇങ്ങനെ വെച്ച് അപ്പോൾ എണ്ണയെല്ലാം ഇതിൻ്റെ ഉള്ളിലെണ്ണ കാണും, എന്നാലും എണ്ണ പോയി. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല മഴയത്ത് ഇഞ്ചിക്കറി വയ്ക്കാൻ നല്ല രസമാണ്. ഇഞ്ചിക്കറി വയ്ക്കാനും നല്ല സുഖമാണ്, മഴയത്ത് ഇഞ്ചിക്കറി കൂട്ടാനും നല്ലത്. വേറെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, മൺചട്ടി, ഞങ്ങൾ മൺചട്ടിയിലാണ് ഇഞ്ചിക്കറി വെച്ചത്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കടുക് ഇടുക. കടുക് നല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ആ എണ്ണ തന്നെ എടുക്കാം, ഇഞ്ചി വറുത്ത എണ്ണ തന്നെ എടുക്കാം. ആ എണ്ണയാണ് ഞാൻ എടുത്തത്. വറ്റൽ മുളകും കറിവേപ്പിലയും എടുക്കണം. അതിട്ട് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആയി വരുമ്പം അതിനകത്ത് മല്ലിപ്പൊടി, ഈ മല്ലിപ്പൊടി കണ്ടാൽ മഞ്ഞൾപ്പൊടി പോലെ ഇരിക്കല്ലേ, അത് മല്ലി വറുക്കാതെ ഞങ്ങൾ പൊടിപ്പിച്ചതാണ്. വറുക്കാതെ പൊടിപ്പിച്ചതുകൊണ്ട് ഈ എണ്ണയിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് ചെറിയ ചൂടിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങ് ആയിക്കോളും, അതിൻ്റെ കറക്റ്റിനായിക്കോളും. ചെറിയ തീയിൽ, വലിയ തീയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ ആക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിന് ആവശ്യമായ പുളി വെള്ളത്തിൽ ഇട്ടേക്കണം. ഇഞ്ചി കറിക്ക് ആവശ്യമായ ഇഞ്ചി കറിക്ക് കുറച്ചധികം പുളി വേണം. പുളി പിഴിഞ്ഞ് അരിച്ച് അതിലേക്ക് ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ ഉപ്പും ഇടണം. ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അത് ആ ഗ്രൈൻഡറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിക്കുക. അത് പൊടിച്ചതാണ് ഇത്. പക്ഷേ എണ്ണയുടെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ കുഴകുഴായിരിക്കുന്നത്. ആ ഗ്രൈൻഡർ കഴുകിയിട്ട് ആ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായ വെള്ളമാവും. നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ തിളച്ച് വറ്റിക്കോളും, പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കാവും. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് തിളപ്പിക്കാം. തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഒരു പിഞ്ച് കായപ്പൊടിയും ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ തെക്ക് ഭാഗത്തൊക്കെ ഉള്ളവരാണ് ശർക്കര ഇടുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി.